എ സി ആണോ ഫാൻ ആണോ നിങ്ങൾക്ക് കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും, യോ എനിക്ക് എ സി ആണ് പ്രശ്നം, എ സി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തുമ്മും, അപ്പോൾ തന്നെ എൻ്റെ മൂക്കടയുമെന്ന്. ഫാന് നമ്മുടെ നിത്യോപയോഗ ഉപകരണമല്ലേ, അതുകൊണ്ട് പ്രോബ്ലം ഇല്ലാന്ന് വിചാരിക്കും. എന്നാലല്ല, എ സിയേക്കാൾ കൂടുതൽ നമുക്ക് അലർജി കൂട്ടുന്ന ഘടകം എന്ന് പറയുന്നത് ഫാനാണ്. യഥാർത്ഥത്തിൽ ഫാൻ അല്ല ഇതിനകത്തുള്ള വില്ലൻ. നിങ്ങളുടെ മുറിയിൽ ജീവിക്കുന്ന പലയിനം ഡസ്റ്റ് മൈറ്റുകളുണ്ട്, പൊടിയുണ്ട്, ബാക്ടീരിയകളും ഫംഗസുകളും ഇവയെല്ലാം പുറപ്പെടുവിക്കുന്ന ചെറിയ മൈക്രോസ്പോസ് ഉണ്ട്. ഇവയാണ് നിങ്ങൾക്ക് കൂടുതലും അലർജി ഉണ്ടാക്കുന്നത്. നമ്മുടെ കണ്ണിൽ പോലും കാണാത്ത വളരെ ചെറിയ നാനോ പാർട്ടിക്കിൾസ്, പൊടിയിഴകളുണ്ട്. നമ്മൾ ഫാൻ ഇടുന്ന സമയത്ത് ഫാനിന്റെ ശക്തമായിട്ടുള്ള കാറ്റിൽ മുറിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ, പഴയ ഡ്രസ്സുകൾ, തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, അതിന്റെ സൈഡിൽ മടക്കി വെച്ചിരിക്കുന്ന പഴയകാല പുതപ്പുകളായിക്കോട്ടെ, ഇതിനകത്തെല്ലാം തന്നെ പൊടിയിഴകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റിലും തലയണയിലുമെല്ലാം ഡസ്റ്റ് മൈറ്റുകൾ ഉണ്ടാവും. നമ്മുടെ തലയിലും ശരീരത്തിൽ നിന്ന് ഇളകി വീഴുന്ന കോശങ്ങൾ തിന്നാണ് ഇവ ജീവിക്കുന്നത്. ഫാൻ ഇടുന്ന സമയത്ത് മുറിയിൽ ഇതെല്ലാം അടിച്ചു കറങ്ങി നമ്മുടെ മൂക്കിലേക്ക് കയറി നമുക്ക് തുമ്മലും ജലദോഷവും അലർജിയും ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. എന്നാൽ ഫാൻ ഇടുന്നതിനേക്കാൾ എ സി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സംഭവിക്കുന്നത് അറിയാമോ? എ സി എന്ന് പറയുന്നത് മുറിയിൽ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു എയർ കറണ്ട് ഉണ്ടാക്കുന്നില്ല. അത് മുറിയിലുള്ള എയറിനെ വലിച്ചെടുത്ത് ഒന്ന് ഫിൽട്ടർ ചെയ്ത് ഒന്ന് തണുപ്പിച്ച് തിരിച്ച് ഈ മുറിയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് ഫാനിനെ പോലെ മുറിയിലുള്ള കാറ്റ് ശക്തമായിട്ട് കറക്കി ഈ പൊടി നമ്മുടെ മൂക്കിൽ കയറ്റുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഫാനിനേക്കാൾ സേഫ് ആയിട്ട് എ സി ഉപയോഗിക്കാവുന്നതാണ്. കഴിയുന്നത്ര നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള പൊടിയിഴകൾ കൂടാതെ, ഫംഗസുകൾ കൂടാതെ, ഡസ്റ്റ് മൈറ്റ്സിനെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫാൻ ആണെങ്കിലും വലിയ സ്പീഡില്ലാതെ സേഫ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? എല്ലാ കുടുംബത്തിന്റെയും എല്ലാ അലർജി ഉള്ളവരുടെ അറിവിലേക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തോളൂ.